ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ ഇന്ത്യൻ വിപണി ക്ലോസ് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വലിയൊരു ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. കേവലം 10 മിനിറ്റ് കൊണ്ട് തന്നെ 1000 പോയിന്റ്സിന്റെ ഒരു നേട്ടം നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. ഇറാനിലെ പവർ പ്ലാന്റ്സിന് നേരെയുള്ള അറ്റാക്ക് 5 ദിവസത്തേക്ക് നിർത്തി എന്നതായിരുന്നു വാർത്ത. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലെടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ ആക്രമിക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നതാണ്. ഈ ഒരു അന്ത്യശാസനയുടെ സമയം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൽ നിന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. ട്രംപിന്റെ ഈ വാദങ്ങളെല്ലാം ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. യുഎസുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ഇത് മുഴുവൻ ഫേക്ക് ന്യൂസ് ആണ് എന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖലീബാഫ് പറഞ്ഞിരിക്കുന്നു. അതായത് യുഎസ് പറയുന്നു ഇറാനുമായുള്ള ടോക്സുകൾ നടന്നിട്ടുണ്ട്, അത് പോസിറ്റീവാണ് എന്ന് പറയുന്നു. പക്ഷേ ഇറാൻ അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. എന്തായാലും മാർക്കറ്റിൽ ഇപ്പോഴും കൺഫ്യൂഷൻസും ടെൻഷൻസും ഹൈ ആയി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. പ്രത്യേകിച്ച് US മാർക്കറ്റുകളിൽ ഡൗ ജോൺസ് 1.38%, നാസ്ഡാക്കും 1.38% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ S&P 500 1.15% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ S&P 500ൽ 11 സെക്ടറുകളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് കൺസ്യൂമർ ഡിസ്ക്രിഷണറി ആയിരുന്നു. ഡിഫൻസ് സ്റ്റോക്കുകളും ഹെൽത്ത് കെയർ സ്റ്റോക്കുകളും ഇടിയുകയുണ്ടായി. യുഎസിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ICICI ബാങ്ക് 1.42% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ടെക് സൈഡിൽ ഇൻഫോസിസ് 1.5% നേട്ടത്തിലും വിപ്രോ 0.5% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് മാത്രമാണ് ഇന്നലെ നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുന്നത്, 0.5%. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് ചെറിയ ഇടിവിലാണുള്ളത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഇടിവ് നേരിട്ടത് ഓയിൽ പ്രൈസുകളായിരുന്നു. 11% ഇടിഞ്ഞത്. ഇന്ന് ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് $101. ഇന്ന് പക്ഷേ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 1.5% അടുത്ത് നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് പ്രൈസുകളാണ്. ഗോൾഡ് ഇന്നലെ ഏകദേശം 5% ഇടിവുണ്ടാക്കിയിരുന്നു. ഇന്നും 1% ഇടിവിൽ തന്നെയാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. 1,00,000 താഴെയായിട്ട് ഗോൾഡിന്റെ വില എത്തുമോ എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നതും. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 3% നേട്ടത്തിൽ $70,000 ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ US മാർക്കറ്റുകളൊക്കെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോഴും യൂറോപ്യൻ വിപണികൾ മിക്സഡ് ആയിരുന്നു. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.31% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 2.31% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 22,887 എന്ന നിലയിലാണ്. ഇന്നലത്തെ ക്ലോസിംഗിൽ ഉണ്ടായിരുന്ന ആ ഒരു വലിയ പോസിറ്റിവിറ്റി ഒന്നും ഇന്ന് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും ഒരു 300 മുതൽ 350 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ നില വെച്ച് സാധ്യത കാണുന്നത്. ഇനി ഗോൾഡും സിൽവറും 45 വർഷത്തിനിടയിലെ ഏറ്റവും വലിയൊരു ഫോളിലേക്ക് പോയിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വാർത്ത നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് നോക്കാം. എപ്പോഴും ഗോൾഡിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സുരക്ഷിതമാണ് എന്നാണ് നമ്മൾ കരുതാറുള്ളത്. എന്നാൽ ഈ മാർച്ച് മാസം അതെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള വലിയ ഒരു ഇടിവാണ് ഗോൾഡിൽ നമുക്കുണ്ടായത്. ഗോൾഡ് ഏകദേശം മാർച്ച് മാസത്തിൽ 20% ഇടിവുണ്ടാക്കിയപ്പോൾ സിൽവർ ഏകദേശം 30% ഇടിഞ്ഞത്. അതായത് 45 വർഷത്തിനിടയിലെ ഏറ്റവും വലിയൊരു വീഴ്ചയാണ് നമുക്ക് ഗോൾഡിൽ കാണാൻ കഴിഞ്ഞത്. ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് കൂടുതലായി തന്നെ നമുക്ക് അതിൻ്റെ ചാർട്ട് വെച്ച് തന്നെ നോക്കാം. അതിന് മുന്നേ ആയിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു ഫോൾ ഗോൾഡിൽ ഉണ്ടായത്? സേഫ് ഹെവൻ എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന ഗോൾഡ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് വീണത്? പല രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയാണ്, അത് ഇൻട്രസ്റ്റ് റേറ്റ് ഉയരാനുള്ള ഒരു കാരണമാണ്. കൂടാതെ കഴിഞ്ഞ ആഴ്ച നടന്ന US ഫെഡറൽ റിസർവ് മീറ്റിംഗിന് ശേഷം US ഫെഡ് ഉടൻ ഒരു റേറ്റ് കട്ടിലേക്ക് പോകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനകൾ തന്നു. ഇതോടുകൂടി ഇൻഫ്ലേഷൻ ഉയരുന്നു എന്നുള്ള സൂചനകൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. ക്രൂഡ് ഓയിൽ പ്രൈസുകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, 2025 മാത്രം ഗോൾഡ് ഏകദേശം 65% നേട്ടമുണ്ടാക്കിയിരുന്നു. കൂടാതെ 2026 കേവലം 2 മാസം കൊണ്ട് 26% ഒരു ഗംഭീര റാലിയും ഗോൾഡിലും കൂടാതെ സിൽവറിലും നമുക്ക് നല്ലൊരു റാലി ലഭിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഗോൾഡിൻ്റെ ചാർട്ടിലേക്ക് വരാം. മൾട്ടിപ്പിൾ ടച്ച് പോയിന്റുകളുള്ള ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ
മാർച്ച് 17-ാം തീയതി കൃത്യമായി തന്നെ ബ്രേക്ക് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് വലിയൊരു ഫോൾ തന്നെയാണ് നമുക്ക് ഗോൾഡിൽ കാണാൻ സാധിച്ചത്. ഇപ്പോഴത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിൽ നിന്നും ഒരു റിവേഴ്സൽ കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സപ്പോർട്ട് സോണിൽ അരികിലായിട്ട് തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതും. ഇത് ബ്രേക്ക് ചെയ്യാതെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഓവർ സോൾഡ് സിറ്റുവേഷനിലൊക്കെയാണ് ഗോൾഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബൗൺസിനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങേയറ്റം കോഷ്യസ് ആയിരിക്കേണ്ടതുണ്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228. ഇനി കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം പോസിറ്റീവായിട്ടുള്ള സ്റ്റോക്ക് ന്യൂസുകളാണ് നോക്കുന്നത്. ഇന്റർഗ്ലോബ് ഏവിയേഷൻ എന്ന കമ്പനിയാണ് പുതിയ ചീഫ് സ്ട്രാറ്റജി ഓഫീസറായി അലോക് സിംഗിനെ നിയമിച്ചു. മുൻ എയർ ഇന്ത്യ എക്സ്പ്രസ് CEO ആയിരുന്നു അദ്ദേഹം. കമ്പനിയെ സംബന്ധിച്ച് തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അടുത്തത് SCPC ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. അബുദാബിയിലെ എവിനർ ഇൻ്റർനാഷണൽ 90% സ്റ്റേക്ക് കമ്പനി വാങ്ങുന്നു. 1,530 കോടി രൂപയ്ക്കാണ് ഈ അഗ്രിമെൻ്റ് ഉള്ളത്. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഉള്ള കമ്പനിയുടെ എക്സ്പാൻഷൻ കൂടിയാണിത്. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അടുത്ത GR ഇൻഫ്ര പ്രൊജക്ട്സ് എന്ന കമ്പനിയാണ്. 2,440 കോടി രൂപ വിലയുള്ള NHII പ്രൊജക്റ്റ് കമ്പനിക്ക് ലഭിച്ചു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്തതായി ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ IRFC എന്ന കമ്പനി 12,842 കോടി രൂപയുടെ ലോൺ ഡീൽ കമ്പനി സൈൻ ചെയ്തിരിക്കുന്നു. HURL എന്ന കമ്പനിക്കൊപ്പമാണ് ഈ ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള വാർത്തയിലേക്കാണ്. അത് കോൾ ഇന്ത്യ എന്ന കമ്പനിയെ സംബന്ധിച്ചതാണ്. സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ് മെഹന്തി കോൾഡ് ഫീൽഡിൽ സ്റ്റേക്ക് കമ്പനി വിറ്റിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്ത FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIs എന്നതിലെ വലിയ സെല്ലിംഗ് ആണ് നടത്തിയത്. 10,414 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തത്. DIs ആവട്ടെ 12,034 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 22,512 602 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും വലിയ ഫോൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട സോണിന് അരികെയായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 750 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അതായത് 23,250 മുകളിലൊക്കെ ഉള്ള ഒരു ഓപ്പണിങ്ങിനായിരിക്കും സാധ്യതയുള്ളത്. ഇന്ന് നല്ലൊരു ഗ്രാൻഡ് ഓപ്പണിംഗ് നമുക്ക് ലഭിക്കുമോ എന്നും ഈ ഒരു മൂവ് അത് സസ്റ്റെയിൻ ചെയ്യുമോ എന്ന് നമുക്ക് ഇന്നത്തെ വിപണിയിൽ നിന്ന് തന്നെ കാണാം. അങ്ങനെയാണെങ്കിൽ ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,985 ആണ്. അപ്സൈഡിലേക്ക് വന്നാൽ ഈ ഒരു സോൺ തന്നെയാണ് പ്രധാനപ്പെട്ടതായി വരുന്നത്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് വലിയൊരു ഫോൾ തന്നെയാണ് ഇന്നലെ വന്നത്. 51,438 1989 പോയിന്റ്സ് ആണ് ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് സോൺ ആവാൻ സാധ്യതയുള്ളത് 53,640 മുതൽ 54,440 വരെയുള്ള ഈ ഒരു സോൺ തന്നെയാണ്. മാർച്ച് മാസത്തെ മിഡോടുകൂടി ഈ ഒരു സോണിന്റെ ലോവർ എൻഡ് ടച്ച് ചെയ്തതിന് ശേഷമാണ് ഒരു റിവേഴ്സൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ആരും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ട്രേഡിലേക്ക് പോകാതെ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലേക്ക് പോകണം എന്നാണ് അഭിപ്രായം. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നല്ല മൂവ്മെൻ്റ് ആണ് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ ലഭിക്കുന്നത്. ഒരുപക്ഷെ നല്ലൊരു ഫോളും ചിലപ്പോൾ തിരിച്ച് നല്ലൊരു റിവേഴ്സലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വരാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ബിഗിനേഴ്സ് ടു അഡ്വാൻസ്ഡിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.